ചേട്ടാ നമസ്കാരം. ഒരുപാട് സിനിമകളിൽ നമ്മളെല്ലാം ഞെട്ടിച്ചൊരു വ്യക്തിയാണ്. ആദ്യം തന്നെ താങ്ക് യു കേട്ടോ. ആ ഞാൻ ആരെയും ഞെട്ടിച്ചും വെട്ടിച്ചില്ല. അഭിനയത്തിൽ ദ്രോഹങ്ങൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ആണോ? അതെന്തോ പറ്റി? എന്തു പറ്റാൻ? കുശുമ്പുണ്ടോ? കുശുമ്പും കുളോത്രവും. അത് ബാധിച്ചിട്ടുണ്ടോ സിനിമയെ? എന്നെയാ? ആ, എന്നെ തൊഴിൽ ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. ഇല്ല. ഓക്കെ. എന്റെ കഴിവി വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും ഞാൻ സിനിമയിൽ ഞാൻ നാടകം കളിച്ചവനാണ്. ഇന്നലെ രാത്രി വരെ എന്റെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന്. നാടകത്തിൽ കൂടാണല്ലോ സിനിമയിലേക്ക് വന്നതല്ലേ? നാടകമല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതമാണോ? നിങ്ങളുടെ നാടിനെ പകർത്തി കാട്ടുന്നവനാണ് നടൻ. അതുകൊണ്ടാണ് എനിക്ക് എന്റെ വീടിന് ഭരതാഗ്രഹം എന്ന് പേരിടാൻ തോന്നിയത്. നടന്റെ ഗ്രഹം. വെറും സിമ്പിളായിട്ട് വേണമെങ്കിൽ താരജാട കാണിച്ച് വീട്ടിൽ ഇരിക്കാം. പക്ഷെ ഇത്രയും ജനങ്ങളുള്ളപ്പോൾ സിമ്പിളായിട്ട് വരാൻ കാണിച്ചൊരു പാഠം എന്തായിരിക്കും? അതാണ് നാടറിയണം. നിങ്ങൾ കാരവാനകത്തും ഹോട്ടൽ റൂമിനകത്തും അല്ല ജീവിക്കേണ്ടത്. നിങ്ങളവിടെ സ്വതന്ത്രമല്ല. നിങ്ങൾ ജയിലിൽ ജീവിക്കുന്ന പോലെ. എനിക്കത് വേണ്ട. എനിക്ക് മനുഷ്യരെ കാണണം. ഞാൻ പച്ചയായ മനുഷ്യനാ. സംശയം എന്താ? എനിക്ക് ഉറപ്പായിട്ടും മനുഷ്യരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഈ രാജ്യത്ത് നടക്കുന്ന എന്താണെന്ന് അവർ തിരിച്ചറിയുന്നുണ്ടോ എന്ന് അവരോട് സംസാരിക്കണം, സംവദിക്കണം. അതിന് ഞാൻ ഇറങ്ങി നടക്കും. നാട്ടുകാരാണോ ഏറ്റവും കൂടുതൽ സപ്പോർട്ട്? നാട്ടുകാരും വീട്ടുകാരും ഒന്നും ഇല്ലെങ്കിലും എന്റെ ബലമെന്നോട് എന്റെ വിശ്വാസമാണ്. കോൺഫിഡൻസാ. അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. പുതിയ പടങ്ങള് ഞാനിപ്പോ അടൂർ സാറിന്റെ പദയാത്ര കഴിഞ്ഞ് വന്ന് നിൽക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് പോകുന്നത് വയനാട്ടിലേക്കാണ്. ഈ പുതിയ പയ്യൻ ചെയ്യുന്ന പദമാണ്. അതിലേക്കാണ് അഭിനയിക്കാൻ. ഓടാൻ പോയില്ലേ? ഇപ്പൊ ഓടിയല്ല ഞാൻ. രാവിലെ ഓട്ടം ഉണ്ടോ? ഏത് ചെറുക്കൻ എവിടെയോ വെച്ച് എന്റെ കാലിലൊന്ന് തട്ടി. അപ്പൊ ഞാനൊന്ന് വീഴാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ വീണില്ല. അനുസരിയേട്ട ഏതൊരു കാര്യം പറയുമ്പോഴുവേ ആരെയും ഭയക്കാതെ ഈ പറയാനുള്ള ചങ്കൂറ്റ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടാണോ? ഞാൻ കമ്മ്യൂണിസ്റ്റാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞു? ഏത് പാർട്ടി മെമ്പർഷിപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? എന്റെ അച്ഛൻ വലിയ കോൺഗ്രസ്സുകാരനായിരുന്നു. എന്റെ അപ്പൂപ്പൻ കോൺഗ്രസ് ആയിരുന്നു. അച്ഛനോട് കലഹിച്ചിട്ടാണ്, തീന്മേശയിലിരുന്ന് കലഹിച്ചിട്ടാണ് ഞാൻ ഇടതുപക്ഷ അനുഭാവിയായി മാറിയത്. കാരണം എനിക്കന്ന് സ്നേഹമുണ്ടായിരുന്ന മനുഷ്യർ എൻകൃഷ്ണമുള്ള AKG, EMS, അത്ര മനുഷ്യരുടെ വിശാലമായ മനസ്ഥിതി കണ്ടപ്പോൾ എനിക്ക് തോന്നി കോൺഗ്രസ്സുകാർക്ക് അതില്ല. ഞാൻ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായി. അച്ഛൻ എന്നെ പുറത്തിറക്കി വിട്ടിട്ടുണ്ട്. തിന്മേശയിൽ നിന്ന് തന്നെ നീ ഇവിടെ ഭക്ഷണം കഴിക്കണം, നീ ജോലി ചെയ്ത് ജീവിടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു തൊഴിലാളി സ്നേഹം പറഞ്ഞതുകൊണ്ടും സമത്വം പറഞ്ഞതുകൊണ്ടും ഞാൻ എൻ്റെ അച്ഛൻ വളർത്തിയ വീട്ടിൽ നിന്ന് ഞാൻ കിടന്നുറങ്ങിയത് ഒരു പറഞ്ഞാൽ എനിക്കിപ്പോൾ സങ്കടം വരും. ഞാൻ പോയി കിടന്നുറങ്ങിയ സ്ഥലം ഏതാണെന്നറിയാമോ? ഇല്ല. പശുത്തൊഴുത്ത. കിടന്നുറങ്ങിയതോ? എന്നെ ഇറക്കി വിടും. അത്ര അനുഭവിച്ചിട്ടുണ്ട്. അത്രയും അച്ഛനുമായിട്ട് കലഹിച്ചിട്ടാണ്. കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തെ കുറിച്ച് കലഹിച്ചിട്ടാണ് ഞാൻ ഈ പശുത്തൊഴുത്തിൽ ഇപ്പോൾ കിടന്നുറങ്ങേണ്ടി വന്നു. പക്ഷെ എനിക്കൊന്നും ഈ പ്രസ്ഥാനത്തെ കുറിച്ച് വലിയ ലഭ്യത. ഏതായാലും ശരിയേട്ടോ, ഒത്തിരി സന്തോഷം. ഇവിടെ വന്നപ്പോൾ തന്നെ നാട്ടുകാർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു സിനിമയാടെന്നുള്ള ഒരു താരജാടയും ഇല്ലാതെ. എന്ത് താര? ആര് താരം? എന്നാലും കുറച്ചൊക്കെ ഒന്ന് അഹങ്കരിക്കാമല്ലോ. ഇത്ര സിനിമയിൽ അഭിനയിച്ചാലേ. അവാർഡ് വാങ്ങിച്ചല്ലോ. അതെ. അത്രയൊക്കെ മതി. അപ്പോൾ എന്നെ അഹങ്കാരമില്ല. എന്നെ ഒരു രോമത്തെ പോലും തൊടാതെ സാധാരണക്കാരനെ പോലെ നിൽക്കുന്നത്. അങ്ങനെ തന്നെ നിൽക്കണം. നിങ്ങൾ താരമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം നശിച്ചു. നിങ്ങൾക്ക് മനുഷ്യരെ അറിയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് മണ്ണിൽ കൂടെ ഇറങ്ങി നടക്കും. മണ്ണെന്താന്ന് അറിയല്ലേ? അതാണ്
സൂര്യപ്രകാശം അറിയുക, നിഴലറിയുക, വെളിച്ചമറിയുക, സ്നേഹമറിയുക. അല്ലാതെ കാരവാൻ്റെ അകത്തും ഹോട്ടൽ റൂമിനകത്തും കിട്ടുന്ന സുരക്ഷിതം താരമെന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ച് നിങ്ങളിങ്ങനെ ആഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, എന്തായാലും സന്തോഷം. താങ്ക് യു.